പ്രൈസ് ലോർഡ്. നമുക്ക് ഇന്ന് വ്യാഴാഴ്ച വൈകിട്ട് എൻ്റെ കഥ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ ഒരു നോർത്ത് ഇന്ത്യൻ പാസ്റ്റേഴ്സിൻ്റെ ഒരു ക്യാമ്പിൽ പോയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചെത്തുവാൻ വൈകിയത് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയില്ല. എന്നാൽ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ദൈവദാസനെ നമ്മുടെ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. വളരെ വ്യത്യസ്തമാകുന്ന ഒരു ജീവിതാനുഭവമുള്ള ഒരു ദൈവദാസനാണ്. ഹിന്ദിക്കാരനാണ്. മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു പ്രിയപ്പെട്ട ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിന് 26 വയസ്സേ ഉള്ളൂ. പക്ഷേ ഈ 26 വയസ്സിന് അകമായിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് 4000-ലധികം ആളുകൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ഏതാണ്ട് 3 ഡിസ്ട്രിക്റ്റുകളിലായിട്ട് കർത്താവിനെ അറിഞ്ഞ് ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. ഈ 4000 പേരും കൂടെ ഒന്നിച്ച് കൂടുന്ന സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് 10-18 ഗാവുകളിൽ ചെറിയ ചെറിയ മീറ്റിങ്ങുകളായിട്ട് ആ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആളുകൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, വളരെ സാധാരണക്കാരനായ മനുഷ്യൻ. ഇദ്ദേഹമാണോ 4000 പേരെ കർത്താവിലേക്ക് കൊണ്ടുവന്നൊക്കെ നമുക്ക് സംശയമുണ്ടാകും. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പുറത്താണ്, അതുകൊണ്ട് കുഞ്ഞുങ്ങളൊത്തിരി സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ കേൾക്കാമായിരിക്കും. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ലൈവ് എടുക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം നമ്മുടെ എൻ്റെ കഥയുടെ വീഡിയോ വെള്ളിയാഴ്ച വൈകിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ചെറിയ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടാട്ട് നല്ല സാക്ഷ്യമാണ്. ഹിന്ദി ചാനലിൽ നിശ്ചയമായിട്ട് ഈ ദേവദാസൻ്റെ സാക്ഷ്യം നമ്മൾ ഫ്യൂച്ചറിൽ കൊണ്ടുവരുന്നുണ്ട്. മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. എൻ്റെ കൂടെ നിൽക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പൗലോസാണ്. ഹിന്ദിക്കാരനാണ് കേട്ടോ, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റും. ഞാനിവിടെ ഒരു പാസ്റ്റേഴ്സ് മീറ്റിങ്ങിലാണ്. നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ വന്ന് പാസ്റ്റേഴ്സ് മീറ്റിങ്ങിലാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങാണ്. കൊയിനോണിയ 2024 എന്ന് പറഞ്ഞ മീറ്റിംഗ്. ഇവിടുത്തെ സെവൻ പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തി ദേവദാസനുമായിട്ട്. അദ്ദേഹം മർഡർ കേസിൽ ജയിലിൽ പോയിട്ട് വെളി വന്ന ആളാണ്. പൗലോസ് എന്നാണ് ഇപ്പോൾ പേരെങ്കിലും ശരിയായിട്ടുള്ള പേര് സിയാറാം എന്നാണ്. മർഡർ കേസിൽ ജയിലിൽ പോയിട്ട് വെളി വന്നു. ഇപ്പം പൗലോസ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ പഴയ പേര് സിയാറാം എന്നാണ്. അദ്ദേഹത്തെ ഞാൻ കൂടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇന്നത്തെ മീറ്റിങ്ങിന് എന്നെ വെൽക്കം ചെയ്തത് ഈ ദേവദാസനാണ്. 4000 പേരുള്ള ഒരു ചർച്ചിൻ്റെ പാസ്റ്ററാണ് എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കിतना സ്ഥലവും പറയാം. 26 വയസ്സ് മാത്രമേ പ്രായമായുള്ളൂ. ദൈവം അത്ഭുതകരമായിട്ട് ഉപയോഗിക്കുന്നു. 4000 പേര് ഇപ്പം ചെയ്യുന്നത്, ഇപ്പം പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഒന്നിച്ചൊരു സ്ഥലത്ത് ആരാധിക്കാൻ പറ്റാത്തത് കൊണ്ട് പല ഗ്രാമങ്ങളിൽ 10, 200, 50, 60 അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഇവർ ആരാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഈ ഒരു കാര്യം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ ഒരു ദൈവദാസനെ കാണാനും പരിചയപ്പെടാനും പറ്റിയതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ദൈവം നോർത്ത് ഇന്ത്യക്കാരാകുന്ന ദൈവദാസന്മാരെ എങ്ങനെ ഉപയോഗിക്കുന്നെന്ന് പറയാൻ വേണ്ടി മാത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ.